പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ് തൊഴിലില്ലായ്മ. അതാണ് അഡ്രസ് ചെയ്യപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം. തൊഴിലില്ലായ്മയെ കുറിച്ച് ഇവിടെ സംസാരിക്കുമ്പോൾ ഏറ്റവും ആദ്യം ഈ കേരളത്തിൽ നിയമന നിരോധനം ഏർപ്പെടുത്തിയ ഒരു മുഖ്യമന്ത്രിയുണ്ട്. അദ്ദേഹത്തിന്റെ മകൻ ഇന്നിപ്പോൾ മറ്റൊരു പാളയത്തിലാണ്. താങ്കൾക്ക് ഓർമ്മയുണ്ടാവും, ശ്രീമാൻ AK ആന്റണിയുടെ കാലഘട്ടത്തിലാണ് കേരളത്തിൽ നിയമന നിരോധനം നടത്തിയത്. അതിനുശേഷം ഒരു കാലഘട്ടത്തിലും കേരളത്തിൽ നിയമന നിരോധനം നടത്തിയിട്ടില്ല. മറിച്ച് PSCയുടെ റാങ്ക് ലിസ്റ്റുകളിൽ കാലാവധി കഴിയുമ്പോൾ അത് അവസാനിക്കുകയും പുതിയ ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്യുകയും പുതിയ പരീക്ഷകൾ നടത്തുകയും ചെയ്തത് നിയമ സംവിധാനങ്ങളാണ്. അതിനെക്കുറിച്ചൊന്നും ഇങ്ങോട്ട് പറയേണ്ട. ഇവിടെ തീരുമാനിച്ചുള്ള അല്ലെങ്കിൽ PSCയുടെ നടപടിക്രമങ്ങളുടെ ഭാഗമാണ് റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി അവസാനിക്കുന്നത്. പിന്നെ താങ്കൾ ഈ വിദേശ രാജ്യങ്ങളിലേക്ക് ചെറുപ്പക്കാർ പോകുന്നത് ഇവിടുത്തെ ഇടതുപക്ഷക്കാർക്ക് തൊഴിലെടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് അവർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയാണെന്നൊക്കെ സൂചിപ്പിക്കുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കണം. താങ്കളുടെ പിന്നെ എന്താണ് സംഘടനയാണ് അല്ലെങ്കിൽ കോൺഗ്രസ് ആണ് ഈ രാജ്യം ഭരിച്ചിരുന്നത്. തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതൽ സൃഷ്ടിക്കുകയും കേരളത്തിൽ ഉറച്ച് ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്നും വിദ്യാർത്ഥികൾ അവർ പള്ളിക്കൂടങ്ങളുടെ വരാന്തകൾ കാണാതെ തൊഴിലവസരങ്ങളിലേക്ക് അല്ലെങ്കിൽ നിത്യവൃത്തിക്ക് വരുമാനമില്ലാതെ മരിക്കുമ്പോൾ കേരളത്തിൽ ഒരു കുട്ടി പോലും പഠിക്കാതിരിക്കുന്നില്ല. ഇവിടെ ജനിക്കുന്ന മുഴുവൻ കുട്ടികളെയും വിദ്യാഭ്യാസം ചെയ്ത് അംഗനവാടി മുതൽ UP മുതൽ LP മുതൽ ഹൈസ്കൂൾ മുതൽ ഹയർ സെക്കൻഡറി മുതൽ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യങ്ങൾ ഈ കേരളത്തിൽ സൃഷ്ടിച്ചതുകൊണ്ട് കുട്ടികളുടെ സ്വപ്നങ്ങൾക്ക് അവരുടെ ചിറക് വെച്ചതുകൊണ്ട് അവർ മറ്റു പല സംസ്ഥാനങ്ങളിലും മറ്റു പല രാജ്യങ്ങളിലേക്കും അവർ തൊഴിൽ അന്വേഷിക്കുന്നത് അതൊരു കുറ്റമായെന്നും കേരളത്തിലെ ഗവൺമെന്റിന്റെ കുറ്റമായെന്നും നിങ്ങൾ കാണേണ്ട. സ്മാർട്ട് ക്ലാസ് റൂം ഇവിടെ ഞാൻ പറഞ്ഞുതരാം. മരിച്ച കുട്ടികളുടെ കാര്യം പറയാം. ഇന്ന് ഈ കേരളത്തിലെ ഏതെങ്കിലും ഒരു വിദ്യാലയങ്ങളിൽ നിങ്ങൾ പോയാൽ ഇത്രയധികം ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയ ഒരു സംസ്ഥാനം വേറെ ഏതൊരു ഇതുണ്ട്? കേരളത്തിലെ ഗവൺമെന്റ് സ്കൂളുകളിൽ ഇന്ന് പോയാൽ മാനേജ്മെന്റ് സ്കൂളുകൾ പോലും തോൽക്കുന്ന തരത്തിലേക്കുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിയത് കേരളത്തിലെ കിഫ്ബി പോലുള്ള പ്രസ്ഥാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നടപ്പിലെ പ്രസ്ഥാനമാണ്. നിങ്ങൾ ഇവിടെ സ്കൂളുകൾ പൂട്ടുന്ന കാലഘട്ടം പറഞ്ഞോട്ടെ. നിങ്ങൾ